പണ്ട് സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു. റൂൾ 99 ആണ് സ്റ്റഡി ലീവ്. അപ്പോൾ സർക്കാർ ജീവനക്കാരെല്ലാവരും കൂടെ അങ്ങ് പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ശമ്പളത്തോടു കൂടി അങ്ങ് പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർക്കാർ ജോലി ചെയ്യാൻ ആളെ കിട്ടത്തില്ല. അങ്ങനെ ആ റൂൾ 99 അതങ്ങ് സർക്കാർ എടുത്തു കളഞ്ഞു, അത് ഒമിറ്റ് ചെയ്തു. പക്ഷേ സ്റ്റഡി പർപ്പസ് അത് ഒരു പർപ്പസാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിലോ ഒക്കെ ജോലി കിട്ടാം. അങ്ങനെ വരുന്ന ഒരാൾക്ക് അപ്പോൾ അവരുടെ കരിയർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കരിയർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ പഠനാവധിയോ കൊടുക്കുന്നുണ്ട്. LWA ഫോർ സ്റ്റഡി പർപ്പസ് കൊടുക്കുന്നുണ്ട്. അത് പഠനത്തിന് എത്ര ഡ്യൂറേഷൻ വേണം ആ സമയം കൊടുക്കുന്നുണ്ട്. കൂടുതലും LWA ആണ് കൊടുക്കുന്നത്. അവിടെ ഒരു ചെറിയ കണ്ടീഷനോടുണ്ട്. അത് വളരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നോർമലി പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നോർമലി 1 വർഷമാണ്, അല്ലാത്ത കേസിൽ 2 വർഷമാണ്. 2 വർഷം എന്ന് പറഞ്ഞാൽ 2 years ഓഫ് സർവീസ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 years സർവീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ പ്രൊബേഷൻ പീരീഡിൽ LWA എടുത്തെന്നിരിക്കട്ടെ ഫോർ സ്റ്റഡി പർപ്പസ്. അയാൾക്ക് അപ്പോൾ ചിലപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞായിരിക്കും അയാൾ ഈ LWA ഫോർ സ്റ്റഡി പർപ്പസ് എടുക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ 1.5 വർഷത്തെ സർവീസിൻ്റെ ബെനിഫിറ്റുകളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ പ്രൊബേഷൻ കാലയളവിൽ അങ്ങനെ എടുക്കുന്ന ലീവുകൾ അയാൾക്ക് വേറെ ഒരു ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. അയാൾക്ക് തിരിച്ച് സർവീസിൽ ഒരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യാൻ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്.